ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ 12ാമത്തെ ചാപ്റ്ററാണ്. അതായത് പൊളിറ്റിക്കൽ തിയറി പോർഷനിലെ 2ാമത്തെ ചാപ്റ്റർ ഫ്രീഡം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ടിലൂടെ ഈ ഒരു ചാപ്റ്റർ ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഹാം പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് 5 മാർക്ക് 6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതൊരു തിയറിയാണ്. ഇത് കൊണ്ടുവന്നത്, ഈ ഒരു തത്വം കൊണ്ടുവന്നത് JS മില്ലാണ്. ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ജോൺ സ്റ്റുവേർട്ട് മിൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ജോൺ സ്റ്റുവേർട്ട് മില്ലാണ് ഹാം പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്. എന്തിലൂടെയാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള ഓൺ ലിബർട്ടി, ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ JS മില്ല്, ജോൺ സ്റ്റുവേർട്ട് മില്ല് ഓൺ ലിബർട്ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ഹാം പ്രിൻസിപ്പിൾ എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്. ഈ ഹാം പ്രിൻസിപ്പിളിലൂടെ ജോൺ സ്റ്റുവേർട്ട് മില്ല് മുന്നോട്ട് വെച്ച ആ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ഷൻസ് ഉണ്ടല്ലോ, പ്രവൃത്തികളുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് 2 തരത്തിലാണ് എന്ന് ഇദ്ദേഹം ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. ഏതൊക്കെയാണ് ആ 2 തരത്തിലുള്ള പ്രവൃത്തികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ്. ഓക്കെ, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും ഉണ്ട്. രണ്ടാമത്തേതാണ് അതർ റിഗാർഡിങ് ആക്ഷൻസും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കൃത്യമായിട്ട് ഈ ഒരു പോയിന്റ്സ് എവിടെ നമ്മൾ ആൻസറിൽ വരണം, ഈ 2 പേരുകളും, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും അതർ റിഗാർഡിങ് ആക്ഷൻസ്. അപ്പോൾ എന്താണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത് എന്നെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സെൽഫ് റിഗാർഡിങ് ആക്ഷനാണ്. അതായത് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി ആ ഒരു വ്യക്തിനെ മാത്രമേ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ട് എങ്കിൽ അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ചെയ്യുന്ന, ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിലെ ബാക്കിയുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതാണ് അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതായത് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ മാത്രമേ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം ബാക്കിയുള്ളവർക്കെല്ലാം അത് എന്താണ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രവൃത്തികൾ, ഈ ആക്ഷൻസിനെ എന്താ പറയുക, ഇത് ഹ്യൂമൻ ബീങ്സ് ബേസിക്കലി ചെയ്യുന്ന 2 ആക്ഷൻസ് അല്ലേ, സെൽഫ് റിഗാർഡിങ് ആയാലും അതർ റിഗാർഡിങ് ആയാലും. അപ്പോൾ ഇത് രണ്ടിനെയും ഇങ്ങനെ ക്ലിയർലി ഒന്ന് വ്യത്യസ്തപ്പെടും, മീൻസ് അത് ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ കാണിച്ചു തന്ന ഒരു തിയറിയാണ് നമ്മുടെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ജോൺ സ്റ്റുവേർട്ട് മില്ലിൻ്റെ. പക്ഷേ അദ്ദേഹം ഇതിൽ പറയുന്നൊരു കാര്യം, നമ്മൾ ഈ അതർ റിഗാർഡിങ് ആക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് 2 തരത്തിലുണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവർക്ക് ദോഷം വരുന്നു എന്ന് പറയുമ്പോൾ അത് 2 തരമാണ് അയാൾ പറയുന്നത്. ഒന്ന് മൈനർ ഹാമും ആകാം, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഹാമും ആകാം. ഓക്കെ, അപ്പം മൈനർ ഹാം എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഒരു വ്യക്തി മീൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന എക്സാമ്പിളാണ്, ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഫ്ലാറ്റോ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക, അവിടെ ലൗഡ് സ്പീക്കറൊക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ ഭയങ്കര സൗണ്ടിൽ പാട്ട് വച്ചിരിക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ എന്താണ്, ആ ഫ്ലാറ്റിലുള്ള ബാക്കിയുള്ള എല്ലാ മനുഷ്യന്മാർക്കും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു അതർ റിഗാർഡിങ് ആക്ഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ആ ഒരു വ്യക്തി പാട്ട് ഉറക്കെ വച്ചതുകൊണ്ട് ആ ബാക്കിയുള്ള ഫ്ലാറ്റിലെ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം അതൊരു പ്രശ്നമായിട്ടുണ്ട്. അതുകൊണ്ട് അത് അതർ റിഗാർഡിങ് ആക്ഷനാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ പറയുക, ഉറക്കെ പാട്ട് വെച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയാളെ കൊണ്ട് എന്താ പറയുക, പോലീസിനെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ടാണ് അത് പറയണത്, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് മൈനർ ഹാം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഒരിക്കലും ഒരു ലീഗലായിട്ട്, മീൻസ് നിയമപരമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യം അവിടെ വരുന്നില്ല. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഹാമുകളുണ്ട് അല്ലേ. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, മീൻസ് ഇപ്പോൾ ഒരാളെ ഹേർട്ട് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഹാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉറപ്പായിട്ട് നിയമപരമായിട്ട് തന്നെ എന്ത് ചെയ്യണം, പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് ഹാം പ്രിൻസിപ്പിൾ പറയുന്ന കാര്യം. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ, ജോൺ സ്റ്റുവേർട്ട് മില്ലിൻ്റെ ഓൺ ലിബർട്ടി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലൂടെയാണ് ഇത് വരുന്നത്. ജോൺ സ്റ്റുവേർട്ട് മില്ലാണ് ഇത് കൊണ്ടുവരുന്നത്. ആൻഡ് ഇതിൽ 2 ആക്ഷൻസ് പറയുന്നുണ്ട്, സെൽഫ് റിഗാർഡിങ് ആക്ഷൻസും അതർ റിഗാർഡിങ് ആക്ഷൻസും. സെൽഫ് റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം, ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം അയാളെ മാത്രമാണ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെൽഫ് റിഗാർഡിങ് ആക്ഷൻ. അതർ റിഗാർഡിങ് ആക്ഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് റിഗാർഡിങ് ആക്ഷനാണ്. അത്രയേ ഉള്ളൂ ഹം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാരും സ്കിപ്പ് ചെയ്യരുത്, എളുപ്പമാണ്, എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇനി അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതൊരു 4 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്ക്, ഇതൊക്കെ അങ്ങനെ ഒരു ഷോർട്ടസ്റ്റ് ലെവലാണ് കേട്ടോ. അതെ, അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ലിബർട്ടി എന്താണെന്നുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ സിമ്പിൾസ് ആയിട്ടൊന്നും കൊടുക്കാണ്ട് നെഗറ്റീവ് എന്നൊക്കെ എന്താ പറയുക അക്ഷരങ്ങൾ തന്നെ എഴുതുക കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. അപ്പോൾ നെഗറ്റീവ് ലിബർട്ടി എന്താ, പോസിറ്റീവ് ലിബർട്ടി എന്താ. നമ്മൾ ആദ്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ തന്നെ മീൻസ് ഫ്രീഡത്തിന് 2 ആസ്പെക്റ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അതേ ഒരു സെയിം ലോജിക്ക് തന്നെയാണ് എവിടെയും വരുന്നത്. വേറെ ഒന്നുമില്ല. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നോക്കാം. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസും ഉണ്ടാവാണ്ടിരിക്കുക, അതാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം, അതാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ പ്രത്യേകിച്ച് വേറെ ഒരു കൺട്രോളോ വേറെ തടസ്സങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ് ലിബർട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് പോസിറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കില്ലുകൾ, നമ്മുടെ ടാലൻറ്റ്, നമ്മുടെ ഐഡിയാസ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം. അതാണ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു എന്താ പറയുക, നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തി എന്ന് വയ്ക്കുക. ഓക്കെ, ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിൽ പാടാൻ ആർക്കും അവകാശമില്ല എന്നൊരു നിയമം വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് അവിടെ തൻ്റെ സ്കില്ലാണ് പാടുക എന്ന് പറയുന്നത്, ടാലൻ്റാണ്. അത് വികസിപ്പിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോടെ? ഇല്ല അല്ലേ? അപ്പോൾ അതാണ് പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് സ്കില്ലുള്ളത്, ഇത് വളരെ ഒരു എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ എന്ത് സ്കില്ലുകളായിക്കോട്ടെ അതെല്ലാം നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം തരിക, അതാണ് പോസിറ്റീവ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയുക, മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ടെക്സ്റ്റ് ഒന്നും വായിക്കാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും എഴുതി വയ്ക്കുന്ന സംഭവമാണ് നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ. നമ്മൾ വിചാരിക്കും എന്താ പറയുക നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എവിടെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. എവിടെ നോക്കൂ, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാലും പോസിറ്റീവ് ലിബർട്ടി എന്ന് പറഞ്ഞാലും രണ്ടും നമുക്ക് നല്ലതിനുള്ള കാര്യങ്ങളാണ്. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, ഫ്രീഡം വേണ്ടെന്നാണോ? അല്ല, ഫ്രീഡം വേണം, അതിന് ഒരു തരത്തിലുള്ള തടസ്സങ്ങളും പാടില്ല, കൺസ്ട്രെയിൻസ് ഒന്നും പാടില്ല എന്നാണ് നെഗറ്റീവ് ലിബർട്ടിക്ക് പറഞ്ഞത് അല്ലേ. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക. അത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ട് നമ്മൾ എഴുതി വെക്കരുത്. നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്, നോ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോകണം കേട്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നെഗറ്റീവ് ലിബർട്ടി, പോസിറ്റീവ് ലിബർട്ടി. ഒന്നുകൂടി പറയുന്നു, നെഗറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊരു തടസ്സങ്ങൾ പാടില്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫ്രീഡം ഉണ്ട്, അതാണ് നെഗറ്റീവ് ലിബർട്ടി. പോസിറ്റീവ് ലിബർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ടാലൻറ്റും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുക എന്നുള്ളതാണ് പോസിറ്റീവ് ലിബർട്ടി. ഇതാണ് ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് 2 ചോദ്യങ്ങൾ. ഇനി ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം നിങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ ഒരു ടേബിളിൽ കാണുന്നുണ്ടായിരിക്കാം, ഓരോ ടെക്സ്റ്റിൽ ചിലപ്പോൾ ഡിഫറൻസ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എന്തായാലും ഇത് ഒരു 5 1 വേർഡ്സ് ആണ് കേട്ടോ. ഇത് മസ്റ്റായിട്ട് നമ്മുടെ പബ്ലിക് എക്സാമിന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5ഉം കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന 5 ആൾക്കാരുടെ പേരും അവരെഴുതിയ ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇത് 1 വേർഡിനാണ് ചോദിക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ദീപ മേത്ത എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് വാട്ടർ എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇത് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ദീപ മേത്തയുടെ. ഓക്കെ, അപ്പോൾ ദീപ മേത്തയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഇത് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ക്ലിയർ ആയോ? ദീപ മേത്തയുടേതാണ് വാട്ടർ. അതുപോലെ രണ്ടാമത് ഓബ്രി മാനോൻ്റെതാണ് ഇത് രാമായണ റീടോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓബ്രി മാനോൻ്റെതാണ് ഇത് രാമായണ റീടോൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഇനി സൽമാൻ റുഷിദി എന്ന് പറയുന്നത് ഒരു ഓഥറാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ദ സാറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, VERSES ആണ് ഇതിൻ്റെ സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ, ദ സാറ്റാനിക് വേഴ്സസ് ക്ലിയർ ആണല്ലോ. സൽമാൻ റുഷിദി ദ സാറ്റാനിക് വേഴ്സസ്. ഇനി 4ാമത്തെ ആളാണ് മാർട്ടിൻ സ്കോർസീസ. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ബുക്കിൻ്റെ പേരാണ് കേട്ടോ. ഇനി ലാസ്റ്റ് വൺ പ്രദീപ് ദാൽവിയുടെ ടെക്സ്റ്റ് ബുക്കാണ് മീ നാഥുറാം ഗോഡ്സെ ബോൾട്ടി എന്ന് പറയുന്നത്. മീ നാഥുറാം ഗോഡ്സെ ബോൾട്ടി. 5 നമുക്കൊന്നുകൂടി നോക്കാം, നിങ്ങൾ പഠിച്ചു വന്നോളൂ. ദീപ മേത്ത എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് വാട്ടർ. ഓബ്രി മാനോൻ്റെതാണ് ഇത് രാമായണ റീടോൾഡ് എന്ന് പറയുന്നത്. സൽമാൻ റുഷിദി എഴുതിയതാണ് ദ സാറ്റാനിക് വേഴ്സസ് എന്ന് പറയുന്നത്. മാർട്ടിൻ സ്കോർസീസിൻ്റെതാണ് ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ പ്രദീപ് ദാൽവി എഴുതിയ ടെക്സ്റ്റ് ബുക്കാണ് മീ നാഥുറാം ഗോഡ്സെ ബോൾട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം
ഇതിന് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അതൊക്കെ പറഞ്ഞ് കൂടുതൽ എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങളിപ്പോൾ തൽക്കാലം ഈ ഒരു 1 വേർഡ് ആയിട്ട് ഇത് ഇത്രയും മാത്രം പഠിച്ച് വെച്ചാൽ മതി. 1 വേർഡ് ആയിട്ടാണ് ഇത് ചോദിക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇതെന്തിന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നു എന്നുള്ളതിനൊക്കെ കുറച്ച് ഇതിൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. നമുക്ക് അങ്ങനെയൊന്നും നമുക്ക് എക്സാമിന് ചോദിക്കാറുമില്ല. നമുക്കിവിടെ നോക്കേണ്ടത് എന്താ പറയുക, ഇത് 1 വേർഡിന് നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ഇത് നമുക്ക് ഏതെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ദ ഫോളോവിങ് ആട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും അവർ. നമുക്ക് കൺഫ്യൂഷനായി പോകുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മസ്റ്റായിട്ടും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ പബ്ലിക് എക്സാം ആകുമ്പോൾ പേടിക്കണ്ടല്ലോ. അത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹാം പ്രിൻസിപ്പിൾ പഠിച്ചു, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ലിബർട്ടി പഠിച്ചു, ഈ 5 ഓതേഴ്സും അവരുടെ ടെക്സ്റ്റ് ബുക്കും പഠിച്ചു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതോടുകൂടി ഈ ഫ്രീഡം എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് എന്നാൽ വളരെ ചെറിയ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അത്രയേ ഉള്ളൂ.